1% പ്രതീക്ഷ പോലും ഇല്ലാതാണ് ഡോക്ടറെ ഞാൻ ഈ ചികിത്സ തെരഞ്ഞെടുത്തത്. പക്ഷേ ഇന്ന് എന്റെ 99% അസുഖം ഭേദമാവുകയും ഇതിൽ നിന്ന് പൂർണ്ണമായും രോഗമുക്തനാവാൻ പറ്റുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. പറഞ്ഞു വരുന്നത്, ഈയിടെയായി നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കുറേയേറെ IBS കേസുകളുണ്ട്. IBS എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, അത് അനുഭവിക്കുന്ന ആളുകൾ വല്ലാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത്. അവർക്ക് പെട്ടെന്ന് വയറിൽ ഒരു ടെൻഷൻ വരുന്ന സമയത്തേക്ക് അവരെ വയറിനെ അത് ബാധിക്കുകയും പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു, വയറിലെ ആകെ എരിച്ചിലും വരണ്ട് വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട്. മുന്നേ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പയറും കിഴങ്ങും പരിപ്പൊന്നും അല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദിയെന്നും നമ്മളുള്ളിൽ ടെൻഷനുകളാണ് ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദിയെന്നും എപ്പോഴാണോ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ തകർക്കുന്ന പേടിയോ ദേഷ്യമോ ഒക്കെ ഉൾപ്പെടുന്ന ചില ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസിന്റെ മൂല കാരണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഈ അസുഖത്തിനെ പൂർണ്ണമായും ഭേദമാക്കാവുന്നതും ഒരു മരുന്നും ഇല്ലാതെ തന്നെ ആളുകൾക്ക് വളരെ ഭംഗിയായിട്ട് സന്തോഷമായി സമാധാനപൂർണ്ണമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. IBS ഉള്ള ആളുകൾക്ക് സ്മൃതി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ചികിത്സാ രീതിയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ സൗഹൃദത്തിൽ ആരെങ്കിലും ഇതുപോലെ വയറിന്റെ പ്രയാസവുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും.